നല്ല മഴയുള്ള സമയത്ത് ഇടിയും മിന്നലും വെയിലൊക്കെ ഉള്ള സമയത്ത് മൂടി പുതച്ച് കിടന്നുറങ്ങാന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ അതൊരു വേറെ ഫീലിംഗ് തന്നെയല്ലേ. വെയിൽക്കാലമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മഞ്ഞുകാലമാണെന്നുണ്ടെങ്കിലും ആ ഒരു സുഖം ഉണ്ടാവില്ല. കറക്റ്റ് സുഖം പിടിച്ച് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ അത് മഴക്കാലത്ത് തന്നെ ആയിരിക്കണം. അപ്പോൾ പറഞ്ഞു വന്നത്, ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാനും അപ്പം കുറേ ലേറ്റായിട്ടാണ് എണീറ്റത്. ആസ് യൂഷ്വൽ അപ്പൂന് നൈറ്റ് ആയതുകൊണ്ട് അപ്പോൾ കുറേ നേരം കിടന്നുറങ്ങി. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എണീച്ച്. കാര്യം ഉച്ചയ്ക്ക് ഫുഡൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പം ഞാൻ എണീച്ചില്ലെങ്കിൽ ഫുഡിൻ്റെ പരിപാടിയൊന്നും നടക്കില്ലല്ലോ. അങ്ങനെ മനസ്സോടെ എനിക്ക് എണീക്കേണ്ടി വന്നു. അതാണ് ഗൈസ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. അങ്ങനെ ഞാൻ എങ്ങനെയല്ലൊക്കെ എണീച്ച് ഫുഡ് ഓൾറെഡി നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം, അതായത് സൺഡേസിൽ ഞാൻ അധികവും ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കുക. ബ്രെഡും മുട്ടയോ അല്ലെങ്കിൽ ബർഗർ എന്ന് പറയുമ്പോൾ ബർഗർ ബണ്ണ് മേടിച്ചിട്ട് അതിനകത്ത് മുട്ടയും ചീസൊക്കെ വെച്ചിട്ട് അങ്ങനെ കഴിക്കും. അതാണ് നമ്മൾ മെയിനായിട്ടുള്ള രാവിലത്തെ ഫുഡെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ പൊതുവേ സൺഡേസ് ഫുഡ് കഴിക്കൽ. അല്ലെങ്കിൽ ദോശ, ഇഡ്ഡലി, കാര്യം എല്ലാ ദിവസവും നമ്മൾ ഹെവി ഫുഡ് രാവിലെ കഴിക്കുമ്പോൾ ഞായറാഴ്ച ദിവസം മാത്രം എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കും രാവിലെ. കാര്യം എനിക്കും തന്നെ വൈകിട്ടാണല്ലോ. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാൻ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇൻട്രോയിൽ പറയണമെന്ന് വിചാരിച്ചാണ്, പിന്നെ ഒന്ന് വെറൈറ്റിക്ക് കുറച്ച് കഴിഞ്ഞൊന്ന് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ എണീച്ചു, വെള്ളം കുടിച്ചു. വെള്ളം ഇപ്പോൾ പണ്ടത്തെ പോലെ നമുക്ക് കുടിക്കുന്നില്ല, എന്താ പറയുക. മഴക്കാലം തുടങ്ങി പിന്നെ വെള്ളം കൂടി എല്ലാ ആൾക്കാരും പൊതുവെ കുറവാണെന്ന് തോന്നുന്നു. പക്ഷേ സീരിയസ്ലി ഗൈസ്, നമ്മൾ നല്ലോണം വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചാലേ ഡീഹൈഡ്രേഷൻ വരും. ഡീഹൈഡ്രേഷൻ്റെ ഭാഗമായിട്ട് ഛർദിയും ലൂസ് മോഷൻ എല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ലോണം വെള്ളം കുടിക്കുക. മഴക്കാലമായെന്ന് വെച്ചിട്ട് വെള്ളം കുടിക്കാണ്ടിരിക്കരുത്. അപ്പോൾ ഞാൻ എണീച്ച് കുറച്ച് നേരം പുറത്തേക്കൊക്കെ നോക്കി നിന്നപ്പോൾ ഇവിടെ മുംബൈയിൽ ഭയങ്കര മഴ ഒന്നും പറയാൻ പറ്റില്ല. പൊടിയായിട്ടാണ് മഴ പെയ്യുന്നത്. പക്ഷേ അത് നിർത്താണ്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിൽക്കൂല. അതായത് രാവിലെ തൊട്ട് രാത്രി വരെ ഇങ്ങനെ മഴ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് റോഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു നനവ് കാണാൻ പറ്റും. മീൻസ് വലിയ എന്താ പറയുക, കോരിച്ചെരിയുന്ന മഴയൊന്നുമല്ല. പക്ഷെ എന്നാലും ഇങ്ങനെ പൊടിയായിട്ട് എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ കർട്ടനെല്ലാം ക്ലോസ് ചെയ്ത് വിൻഡോ അടച്ചു. കാര്യം അപ്പോൾ ഉറങ്ങുവാണല്ലോ. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് എപ്പോഴും ഇരുടായിട്ട് വെക്കണം എന്ന് പറയും. ലൈറ്റ് കയറി കഴിഞ്ഞാൽ അവനത്ര ഇഷ്ടമല്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ആദ്യം ഇട്ടിരുന്ന ടീഷർട്ടില്ല, അത് ഞാൻ മാറ്റി. അത് ഇട്ടപ്പോൾ ഒരു സുഖം തോന്നിയില്ല എനിക്ക്. അപ്പോൾ അങ്ങനെ വേറൊരു ടീഷർട്ട് ഞാൻ മാറ്റിയിട്ടു. ഞാൻ അധികം ഇടുന്ന ഷർട്ട്സ് അല്ല, ടീഷർട്ട്സ് അധികം അപ്പൂൻ്റെയാണ് കേട്ടോ. ഞാൻ എനിക്കായിട്ട് ഡ്രസ്സ് വാങ്ങിക്കുന്നത് വളരെ കുറവാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല. ഒന്നാമത് ഞാൻ എവിടെ അങ്ങനെ പോകുന്നില്ല, വർക്ക് ഫ്രം ഹോം ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ എപ്പോഴും വിചാരിക്കും, എന്തിനാ കുറേ ഡ്രസ്സെല്ലാം വാങ്ങിച്ച് കൂട്ടിയിട്ട്. ചില സമയത്തൊക്കെ ഞാൻ അങ്ങനെ വിചാരിക്കും, ഓൻ്റെ ഡ്രസ്സ് ഉണ്ട്, ഓനാണെന്നുണ്ടെങ്കിൽ പൊതുവേ അങ്ങനെ ഡ്രസ്സൊന്നും ഇടാത്തൊരു മനുഷ്യനാണ്. ഇപ്പം മഴക്കാലമായതുകൊണ്ട് ഡ്രസ്സ് ഇട്ടോട്ടാ നടക്കുന്ന. കാര്യം ഭയങ്കര തണുപ്പായിരിക്കുമല്ലോ. അല്ലെങ്കിൽ ഡ്രസ്സൊന്നും ഓന് ഇടൂല. ഐ മീൻ ബോക്സർ മാത്രമേ ഇടുകയുള്ളൂ, ടീഷർട്ട് അങ്ങനെ ഇടൂല. അപ്പോൾ ഓൻ്റെ ടീഷർട്ട് മൊത്തം ഞാൻ എടുത്താന്ന് പുറകെ കൂടെ നടക്കൽ, വീട്ടിൽ കൂടെ എല്ലാം നടക്കൽ. അങ്ങനെ ഞാൻ മുടി കെട്ടി വെക്കുകയാണ് ഗേസ്. എനിക്ക് മുടി ഒരു ഭാരമായിട്ടാണ് തോന്നുന്നത്. കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുടി വെട്ടുന്ന ഒരാളാണ്. എനിക്ക് മുടി വെട്ടായിട്ട് ഭയങ്കര ഇടങ്ങേറുണ്ട്. സീരിയസ്ലി പറയാമെന്നുണ്ടെങ്കിൽ അനിയൻ്റെ കല്യാണമൊക്കെ വരാൻ പോകുന്നതിനെ കൊണ്ടാണ് ഞാൻ മുടി വെട്ടാണ്ട് ഇങ്ങനെ സഹിച്ച് പിടിച്ച് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ പണ്ടേ ഷോർട്ട് ഹെയർ ആക്കി വെട്ടിയേനെ. ഷോൾഡറിൻ്റെ അത്ര വരെ ആക്കി മുടി ഞാൻ വെട്ടിയേനെ. ഇപ്പം എന്തായാലും വെട്ടണം എനിക്ക് കുറച്ച് കഴിഞ്ഞ്. ഭയങ്കര മടിയാവുന്നു ഗേസ്, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല മഴ. മഴയത്ത് രാവിലെ തൊട്ട് രാത്രി വരെ കിടന്നാൽ നല്ല രസമായിരിക്കുമല്ലേ. നമുക്ക് കിടന്നാൽ ശരിയാവില്ല. കുറേ പണിയുണ്ട്, വീട്ടു ജോലിയുണ്ട്, പിന്നെ എനിക്ക് എൻ്റെ കുറേ കാര്യങ്ങൾ നോക്കണം. സോ ഗുഡ് മോർണിംഗ്. അടുത്തായിട്ട് ഗൈസ്, നമുക്ക് പല്ല് തേക്കാം. പല്ല് തേക്കൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അവർ ഡെയിലി ലൈഫ്. ബിക്കോസ് ഇല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ നമ്മളെടുത്ത് മുന്നില്ല. കാര്യം കുളിച്ചില്ലെങ്കിൽ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ വലിയ സീനില്ല. പക്ഷേ വെയിൽക്കാലത്താണെങ്കിൽ, ഐ മീൻ ചൂടുള്ള സമയത്താണെങ്കിൽ നമ്മളെന്തായാലും ഡെയിലി കുളിക്കുമല്ലോ. അപ്പോൾ നമുക്കൊരു ബേസിക് ഹൈജീൻ ഇല്ലാത്തത്, നമ്മളൊറ്റക്കാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ വേറൊരാൾ കൂടെ നിൽക്കുമ്പോൾ ഇച്ചിരി പ്രശ്നമാണല്ലോ. അതുകൊണ്ട് പല്ല് തേക്കുന്നത് സ്ഥിരശീലമാക്കുക. ഓക്കെ. അപ്പം ഞാൻ അധിക ദിവസം രാത്രി പല്ല് തേക്കലുണ്ട് കേട്ടോ. രാത്രി പല്ല് തേക്കുന്ന സമയത്ത് ഞാൻ രാവിലെയും തേക്കും. രാത്രി തേച്ചല്ലോ എന്ന് വെച്ചിട്ട് രാവിലെ തേക്കാണ്ടിരിക്കില്ല. അങ്ങനെയാണ്. ഇന്ന് ഞാൻ ഫേസ് വാഷ് ഇട്ടിട്ടില്ല കേട്ടോ. കാര്യം ഞാൻ ഡെയിലി ഫേസ് വാഷ് ഇടുന്ന ഒരാളല്ല. ഞാൻ ഓൾറെഡി എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഡെയിലി ഇങ്ങനെ ഫേസ് വാഷൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മുഖം കഴുകുമ്പം നല്ല ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പം പോരാത്തിന് വീട്ടിലൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഡേർട്ട്, ചെളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആവുന്നില്ലല്ലോ.
അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വെള്ളത്തിൽ തന്നെയാണ് എൻ്റെ മുഖം കഴുകാറുള്ളത്. പിന്നെ ഞാൻ ഡെയിലി ചെയ്യുന്നൊരു കാര്യമാണ് അലോവേര ജെല്ലിട്ടിട്ട് എന്ത് ചെയ്യുക, മുഖം ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുക. മോയ്സ്ചറൈസറായിട്ടല്ല ഞാൻ യൂസ് ചെയ്യുന്നത്, ഈ ഒരു അലോവേരയുടെ ജെല്ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഇവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാട്ടോ. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡൊന്നുമില്ല, അതുകൊണ്ട് ലിങ്ക് ആരും ചോദിക്കരുത്, എൻ്റെ കയ്യിലില്ല. ഓക്കെ, അപ്പം വീട്ടിലുള്ള മറ്റേ കറ്റാർ വാഴയാണെന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ നല്ലതാണ്. കാര്യം പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലതാണല്ലോ നമുക്ക് ഒതൻറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ച് തേക്കുക എന്ന് പറയുന്നത്. സോ വീട്ടിലുണ്ടെങ്കിൽ അത് ഏറ്റവും ബെറ്റർ. അതെനിക്ക് കിട്ടാത്തതുകൊണ്ട് ഇവിടെ വെച്ച് പിടിപ്പിക്കാനുള്ളൊരു സമയവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പുറത്തുനിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയത്. മുഖത്തൊക്കെ നിറച്ച് കുരുക്കളാണ് ഗൈസ്. എന്താണെന്നറിയില്ല, ഹോർമോൺ പ്രശ്നമാണോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ, എൻ്റെ മുഖത്തങ്ങനെ കുരു വരില്ല. വളരെ റെയറായിട്ട് മാത്രമാണ് എൻ്റെ മുഖത്ത് പിമ്പിൾസ് വരാറുള്ളൂ. സോ ചെറിയ ചൂടുകുരു പോലെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മുഖത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഐഫോൺ ആയതുകൊണ്ട് വളരെ ക്ലിയറായിട്ട് എല്ലാ വൃത്തികേടുകളും നന്നായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഇവിടെ ഭയങ്കര കാറ്റാട്ടോ, അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മേലേക്ക് ഇങ്ങനെ നോക്കുന്നത്. കാര്യം മഴയും കാറ്റും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അധികം ആൾക്കാരും ഈ മുഖത്ത് ക്രീം തേക്കുന്ന സമയത്ത് കഴുത്ത് വിട്ടുപോകാറുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ എന്ത് സാധനം മുഖത്ത് വെച്ചാലും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ മുഖം ഒരു നിറം കഴുത്ത് വേറൊരു നിറമായിരിക്കും. അതുകൊണ്ട് മേക്ക് ഷുവർ whatever the skin product are you using on your face, just apply on your neck too. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ ദിവസം യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സ്കിന്നൊന്ന് സപ്ലായിട്ടും മോയ്സ്ചറൈസായിട്ടൊക്കെ വെക്കാൻ അത് ഹെൽപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്ത് എല്ലായിടത്തും നല്ലോണം തേച്ചതിന് ശേഷം ഒന്ന് നോക്കുകയാണ്. ഇത് പെട്ടെന്ന് അബ്സോർബ് ആകും. ഈ മോയ്സ്ചറൈസർ നമ്മുടെ മറ്റേ കറ്റാർവാഴ അല്ലെങ്കിൽ നമ്മുടെ ഇതിനെന്താ ഇംഗ്ലീഷിലെന്താ പറയുക, എന്തെങ്കിലും ആട്ടെ, മറന്നുപോയി, ഇപ്പോൾ പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു കറ്റാർവാഴ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അബ്സോർബ് ആകും. കുറേ നേരം മുഖത്തിങ്ങനെ ഇരിക്കത്തില്ല. അത് മുഖത്തെന്നെല്ലാം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അത് പേരാമ്പ്ര ഭാഷ കേട്ടോ. മുഖത്തെന്ന് പറഞ്ഞ മുഖത്തെന്നാണ് കേട്ടോ മീൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മുഖത്ത് ഫേസ് വാഷൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, കറി വെക്കാൻ പോവാണ്. ഇന്ന് എന്ത് കറി വെക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ഈ കഷ്ണം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ്സിങ് ഉണ്ടോ? നമ്മൾ മത്തൻ കറി വെക്കാൻ പോകുന്നു കേട്ടോ. ഈ മത്തൻ ഞാൻ വാങ്ങിയിട്ട് ഒരു ദിവസമായിട്ടേ ഉള്ളൂ, പക്ഷെ ഇത് കേടായിപ്പോയി. കേടായി എന്ന് പറഞ്ഞാൽ അതിലിങ്ങനെ പൂപ്പൽ വന്ന പോലെ. എന്നിട്ട് ഞാനതിൽ 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരെണ്ണം കളഞ്ഞ് ബാക്കി ഇത് 2ാമത്തെയാണിത്. സംഭവം ഇവിടെ ഫ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ സാധനങ്ങളെല്ലാം പെട്ടെന്ന് കേടായിപ്പോവും. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ഇന്നൊരു സാധനം വാങ്ങിയിട്ട് പച്ചക്കറി എന്താണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്നാണിത് കേടായിപ്പോവും. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ അപ്പം കറിയിൽ ഞാൻ ഉപ്പും അതുപോലെ പിന്നെന്താ മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. എന്നിട്ട് കുക്കറിൽ വെച്ചിട്ട് മാക്സിമം 2 വിസിൽ, കുറേ വിസിലിട്ട് ഇങ്ങനെ അടുപ്പിക്കേണ്ട ആവശ്യമില്ല. കാര്യം മത്തനല്ലേ, പെട്ടെന്ന് വേവുമല്ലോ, പെട്ടെന്ന് വേവുന്ന ഒരു വെജിറ്റബിൾ അല്ലേ. അപ്പോൾ അങ്ങനെ അത് വെച്ചിട്ട് തീയൊക്കെ സിമ്മിലിട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, 2 തവണ വിസിൽ വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഞാൻ വെച്ചു. കറി വെച്ചതിന് ശേഷമാണ് ഞാൻ ചോറ് വെച്ചത്. കാര്യം അല്ലെങ്കിൽ പിന്നെ ചോറ് വെച്ചിട്ട് പിന്നെ മാറ്റിയിട്ട് വേണമല്ലോ കറി വെക്കാൻ. പിന്നെ ഞാൻ തേങ്ങ ചിരവി, കാര്യം മത്തൻ കറിക്ക് തേങ്ങ ഇല്ലാണ്ട് എന്ത് മത്തൻ കറിയില്ലേ. അപ്പോൾ അതുകൊണ്ട് തേങ്ങ ഞാൻ ചിരവി. അരമുറിയൊന്നുമില്ല കേട്ടോ, ഞാനും അപ്പോൾ മാത്രം ഒരു നേരമാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. രാത്രി അധികം വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കും. നമ്മൾ അധികം ഷവർമയല്ല കഴിക്കുന്നത്. ഷവർമയെല്ലാം നിർത്താനായിട്ട് ഞാൻ കുറേ വിചാരിക്കുന്നു. അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അരമുറി തേങ്ങയില്ല, കുറച്ച് തേങ്ങ, അരമുറിൻ്റെ ഒരു പകുതിയൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് തേങ്ങയുള്ളൂ. കാരണം നമുക്ക് 2ആൾക്കും ഒരുപാട് തേങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ കറിക്ക് രസം ഉണ്ടാവില്ല. മധുരമാണ് ഇതിന്. എരിവ് കൂടുതലിടേണ്ട ആൾക്കാർക്ക് എരിവ് ഇടാം കേട്ടോ. ഞാൻ അധികം എരിവ് ഇടാറില്ല, കാര്യം മത്തൻ കറിയിൽ എരിവ് കൂടിക്കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല എനിക്ക് പേഴ്സണലി. സോ ഞാൻ കുറച്ച് തേങ്ങ അരച്ചു. പിന്നെ ഇതിനകത്ത് ഞാൻ ജീരകം ഇടും. ജീരകം നല്ല ജീരകം ഇടുന്നതായിരിക്കും നല്ലത്. പെരുംജീരകം ഇട്ട് കഴിഞ്ഞാൽ മത്തൻ്റെ ടേസ്റ്റ് മാറും. സോ ഷാജീരകം ഷാജീരകം നല്ല ജീരകം ഒന്നാണോ? അല്ലല്ലോ, സാധാരണ ജീരകം എന്നാന്ന് തോന്നുന്നു. അറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യട്ടാ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചിരവയെല്ലാം കഴുകി വെച്ച്. ഇവിടുത്തെ ചിരവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ നിന്നിട്ട് ചിരവെന്ന ചിരവയാണ്, ഇരുന്നിട്ടുള്ളതല്ല. അതുപോലെ ഓൾറെഡി അതിനകത്ത് ഫിക്സ് ചെയ്തതുമല്ല. നമ്മൾ ഈ സാധനം അവിടെ വെച്ചിട്ട് വേണം ചിരവാനായിട്ട്. അത് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ സ്ക്രൂ ഇളകി പോയിട്ട് ഇങ്ങനെ ഭയങ്കര പ്രശ്നമാണ് അതിൻ്റെ മുകളിൽ നിന്ന് ചിരവാൻ. പക്ഷെ അതൊന്നും എനിക്കൊരു വിഷയമല്ല, അത് വർക്കാർ. അങ്ങനെ ഞാൻ ചിരവി അത് കഴുകി. പിന്നെ ഈ പറഞ്ഞ പോലെ അതിനകത്ത് കുറച്ച് ജീരകം ഇട്ടിട്ട് പിന്നെ അതിന് ശേഷം ഞാൻ ആക്ച്വലി കുക്കറിൻ്റെ അകത്തായിരുന്നു തക്കാളി ഉള്ളി ഇടേണ്ടത്, ഞാൻ ഇടാൻ മറന്നുപോയി. അപ്പോൾ ഇത് ഓരോ ആൾക്കാർ ഓരോ രീതിയിലാണ് വെക്കുക, ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും കറികളൊക്കെ വെക്കുന്നുണ്ടാവുക. ലാസ്റ്റ് വറുത്തിടുന്ന സമയത്ത് ചില ആൾക്കാർ തേങ്ങ ഇടാറുണ്ട്. ഞങ്ങളുടെ നാട്ടിലോട്ട്, അതായത് കോഴിക്കോട് പേരാമ്പ്ര ഏരിയയിലൊന്നും തേങ്ങ വറുത്തിടാറില്ല. പക്ഷേ ചില വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് തേങ്ങ വറുത്തിടുന്നത്. അത് ഇടേണ്ടവർക്ക് ഇടാം കേട്ടോ. ഞാനൊരു തവണ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, കറിക്ക് ടേസ്റ്റൊക്കെ ഉണ്ട്. തേങ്ങ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇടണമെന്നില്ല, അവർക്കത് സ്കിപ്പ് ചെയ്യാം, ഓപ്ഷണലാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഉള്ളിയും തക്കാളിയും ഞാൻ വേറൊരു പാനിൻ്റെ അകത്ത് വെച്ച് വാട്ടിയിട്ട്
മത്തൻ്റെ കഷ്ണം ഇട്ടിട്ട് അങ്ങനെയാണ് ഞാൻ കറി വെക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഞാൻ വെക്കുന്നതെന്ന്. ഇപ്പം ഞാൻ യൂഷ്വലി അങ്ങനെ കുക്കിങ്ങിൻ്റെ വീഡിയോസ് ഞാനങ്ങനെ എടുക്കാറില്ല. കാര്യം എനിക്കെന്തോ പേഴ്സണലി വലിയ താല്പര്യമില്ല കുക്കിംഗ് വീഡിയോ അങ്ങനെ എടുക്കാനായിട്ട്. ഒന്നാമത് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടായതുകൊണ്ടോ അല്ലെങ്കിൽ ചെയ്യാൻ എനിക്ക് പ്രശ്നമുള്ളതുകൊണ്ടോ അല്ല. പക്ഷേ കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് കഴിയണ്ട. ഇത് വീഡിയോ എടുക്കുക എന്നുണ്ടെങ്കിൽ കുറേ സമയം നമ്മൾ ഇതിനായിട്ട് ഇങ്ങനെ മെനക്കെടണം. അതെടുത്ത് എഡിറ്റ് ചെയ്യുന്നതും എടുക്കുന്നതല്ല ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് പേഴ്സണലി എന്തോ എനിക്ക് അടുക്കളയിൽ നിന്ന് അങ്ങനെ വീഡിയോസ് എടുക്കുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷെ എന്നാലും നമ്മൾ വെറൈറ്റി കണ്ടിട്ട് ക്രിയേറ്റ് ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാനിപ്പോൾ എന്നാൽ പിന്നെ ഓക്കെ ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ കൂടി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ഞാൻ ഇട്ടിട്ടില്ല. കാര്യം രാവിലെ ഉച്ചക്കത്തെ രണ്ടും ഇടേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം രാവിലെ നമ്മൾ ബർഗറായിരുന്നു കഴിച്ചത്, ഞാൻ പറഞ്ഞില്ലേ, മുട്ടയും അതുപോലെ ചീസും വെച്ചിട്ട്. ചീസ് ബാക്കി ഇവിടെ ഇരിക്കുന്നുണ്ട്, ഓൺലൈനിൽ മേടിച്ചതാണ്. സകല സാധനങ്ങളും ഓൺലൈനാണ് നമ്മൾ മേടിക്കുന്നത്, ഒന്നുപോലും പുറത്ത് പോയി മേടിക്കുന്നില്ല. ഇപ്പോൾ മഴയും കൂടി പെയ്യുന്നതിനെ കൊണ്ട് ഒരു സാധനം പോലും പുറത്തുനിന്ന് പോയി ഞാൻ മേടിക്കുന്നില്ല. എല്ലാം ഓൺലൈനിൽ വരുത്തും, വാങ്ങും, കഴിക്കും, അങ്ങനെ. അപ്പോൾ ഇതിൽ ഞാൻ നമ്മുടെ വെളുത്തുള്ളി ഇടുന്നുണ്ട് കേട്ടോ. കാര്യം വെളുത്തുള്ളി ഞാൻ എല്ലാ ഫുഡിലും ഇടും. കാര്യം എനിക്കാണെന്നുണ്ടെങ്കിൽ അപ്പോനാണെന്നുണ്ടെങ്കിലും ഗ്യാസിൻ്റെ പ്രശ്നം നല്ല രീതിയിലുണ്ട്. ഇപ്പം റീസെൻ്റായിട്ട് രണ്ടാമത് വന്നിട്ടുണ്ടായിരുന്നു, ഒരിടയ്ക്ക് വെച്ച് നമുക്കില്ലായിരുന്നു. അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ എന്തായാലും എല്ലാ കറിയിലും അല്ലെങ്കിൽ എല്ലാ ഉപ്പേരിയിലും, ഉപ്പേരി മീൻസ് തോരേൻ്റെ അകത്തൊക്കെ എല്ലാവരും ഈ ഒരു വെളുത്തുള്ളിയൊക്കെ ഇടുന്നത് നല്ലതായിരിക്കും. കാര്യം വെളുത്തുള്ളി ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതല്ലേ. ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് റിയലി ഹെൽപ്ഫുള്ളായിരിക്കും. ഹെൽത്തിനൊക്കെ നല്ലതല്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ വെളുത്തുള്ളി ചെറുതാക്കി കുനുകുനായിട്ട് അരിഞ്ഞ് വെക്കുന്നുണ്ട് സൈഡിൽ. ഇതിനി നമുക്കെല്ലാം വാട്ടിയെടുക്കണം. സെപ്പറേറ്റ് ഒരു പാൻ്റെ അകത്ത് എന്താ പറയുക വെളിച്ചെണ്ണയും കടുകും ഒക്കെ പൊട്ടിച്ചിട്ടിട്ട് ഇത് നമ്മൾ വാട്ടിയെടുക്കണം. അതെ, ഇപ്പം ഞാൻ പറഞ്ഞില്ല, അതേമാതിരി തന്നെ ഒരു പാൻ വെക്കുക, അതിനകത്ത് വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലയും അതുപോലെ ഒരു മുറി മറ്റേ എന്താ പറയുക വെല്ലുള്ളിയും കൂടി ഇട്ടിട്ട് നല്ലോണം വാട്ടിയെടുക്കുക. പിന്നെ അതിനകത്ത് അവനവൻ്റെ ആവശ്യത്തിന് അത്ര ഉപ്പിടുക. ഉപ്പിൻ്റെ കാര്യം ഞാൻ പറയാത്ത കാര്യം, ഞാൻ എപ്പോൾ ഉപ്പിട്ടാലും കൂടും. എൻ്റെ അച്ഛനും അങ്ങനെ തന്നെയാണ്, എന്ത് ഫുഡിട്ടാലും ഉപ്പിട്ടാൽ കൂടും. പക്ഷെ അമ്മ ഉപ്പ് കുറച്ചേ ഇടുകയുള്ളൂ. അപ്പോൾ ഞാനും അച്ഛനും നേരെ തിരിച്ചു. ഞാനും അച്ഛൻ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഉപ്പ് അതിനകത്ത് കൂടും. കുറച്ചായിരിക്കും ഇടുകയുള്ളൂ, പക്ഷെ എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് കൂടി വരും, അതെങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടും. അതുകൊണ്ട് ഞാൻ ഉപ്പ് വളരെ നോക്കി ശ്രദ്ധിച്ചൊക്കെയാണ് ചില സമയത്ത് ഇടുക. പക്ഷേ ചില സമയത്ത് ഞാൻ അത്ര ശ്രദ്ധിക്കുന്നില്ല, പെട്ടെന്ന് ഇടുമ്പോൾ അതിനകത്ത് ഉപ്പ് കൂടും. അങ്ങനെ ഉപ്പ് നല്ലോണം ഇട്ടിട്ട് നമ്മൾ വഴറ്റിയിട്ട് ഈ നമ്മുടെ വിസിൽ പോയിട്ടുള്ള മത്തൻ ഇതിനകത്തേക്ക് ഇടണം. പിന്നെ ഇതിൽ തക്കാളി ഇടണം കേട്ടോ. തക്കാളി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഒരു മുറി തക്കാളി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് രണ്ടാമത്തെ വിസിലാണ് വരുന്നത്. 2 വിസിലൊക്കെ ധാരാളം മതിയാകും. ഈ പറഞ്ഞ പോലെ 3-4 വിസിലിട്ട് അടിക്കാൻ അത് കടലയൊന്നുമല്ലല്ലോ, മത്തനല്ലേ, പെട്ടെന്ന് വേവുന്നതാണ്. അപ്പം രണ്ടാമത്തെ വിസിലായപ്പോൾ ഞാനത് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓഫാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ വിസിൽ പോയിട്ട് എടുക്കുക. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം അടുത്ത് മറ്റേ കുക്കർ പൊട്ടി ആരൊക്കെയോ മരിച്ചു നിലം കുക്കുമ്പോൾ പേടിയാവും. അതുകൊണ്ട് ഞാൻ വിസിൽ പോയിട്ട് മാത്രമേ ഇത് എടുക്കാറുള്ളൂ. പിന്നെ അതിനകത്ത് മുളക് പൊടി ഇടണം കേട്ടോ. മുളക് പൊടി ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് വാരിയിട്ട് കഴിഞ്ഞാൽ എരിവുള്ള ആൾക്കാർ ഇട്ടോ കുഴപ്പമില്ല. പക്ഷേ അല്ലാണ്ട് നമ്മൾ ഒരുപാട് മുളക് വാരിയിട്ട് കഴിഞ്ഞാൽ മത്തൻ്റെ ആ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് മാറും. കാര്യം മത്തൻ എപ്പോഴും ഒരു പിടി മധുരം മുന്നിട്ട് നിൽക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നി. പറഞ്ഞ പോലെ ഓരോ ആൾക്കാരുടെയും ഇഷ്ടത്തിനനുസരിച്ച് മധുരം കൂട്ടിയും കുറച്ചൊക്കെ വേണമെങ്കിൽ ഇടാം. എന്താ പറയുക, മുളക് പൊടി കൂട്ടിയും കുറച്ചൊക്കെ ഇടാം. ഞാൻ പേഴ്സണലി എൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതുപോലെ വേറെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും മുളക് പൊടി കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ തേങ്ങ അരയ്ക്കാൻ പോവുകയാണ്. തേങ്ങ അരയ്ക്കുന്നത് ഈ ഒരു മിക്സിൻ്റെ അടുത്താണ്. ഇതെല്ലാം ഇങ്ങനെ ബ്രാൻഡഡ് മിക്സി ഒന്നുമല്ല കേട്ടോ, ഒരു സാധാരണ മിക്സിയാണ്. അപ്പോൾ അതിനകത്ത് നല്ല മഷി പോലെ അരയുവാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ചില ഏരിയാസിൽ അങ്ങനെ മഷി പോലെ അരയാറില്ല, ചെറുതായിട്ട് അരച്ചെടുക്കാറേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ വിസിൽ ഞാൻ കഷ്ടപ്പെട്ട് പോക്കുകയാണ്. കാര്യം എന്താണെന്നറിയാം, ഇവിടെ എനിക്ക് വിശന്നിട്ട് സത്യം പറഞ്ഞാൽ കണ്ണ് കാണുന്നുണ്ടായില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് ഇതിൻ്റെ വിസിൽ പോയിട്ട് വേണം ചോറ് കഴിക്കണം എന്നുണ്ടെങ്കിൽ. ലേറ്റായിട്ട് എണീച്ചുകൊണ്ട് ലേറ്റായിട്ടാണ് ഫുഡ് ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ചെയ്യരുത് കേട്ടോ, ഇത് ഭയങ്കര ഡേഞ്ചറാണ്. വിസിൽ പോയിട്ടേ എടുക്കാവുള്ളൂ. അപ്പോൾ നേരത്തെ കൂട്ടി ഫുഡ് വെക്കാൻ നോക്കുക. അപ്പോൾ ഞാനങ്ങനെ മത്തൻ്റെ വിസിലൊക്കെ പോയിട്ട് അതിനകത്തേക്ക് മത്തൻ ഇടുവാണ്. ഓക്കെ, ഓൾറെഡി നമ്മൾ അതിനകത്ത് ഉപ്പും മഞ്ഞളിട്ട് വെച്ച മത്തനായിരുന്നു, അതിട്ടിട്ട് നല്ലോണം ഉടച്ചെടുക്കുക. കഷ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ മത്തൻ്റെ കറി ആകുമ്പോൾ ഞാൻ ഉടച്ചെടുത്തിട്ടാണ് കറി വെക്കാറുള്ളത് യൂഷ്വലി. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. ഒന്നൊരു കുഴമ്പ് പരുവത്തിലാക്കി എടുക്കുന്നതാണ് എനിക്ക് യൂഷ്വലി ഇഷ്ടമുള്ളത്. സോ ഞാനങ്ങനെ അതുപോലെ കുറച്ചൊന്ന് മാഷി ആയിട്ടുള്ള പരുവത്തിൽ ഞാൻ ആക്കിയെടുക്കും. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കറി റെഡി ആയിട്ടോ. ഇനി തേങ്ങേൻ്റെ അരപ്പും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ
മത്തൻ കറി റെഡി. സ്വാദിഷ്ടമായിട്ടുള്ള മത്തൻ കറി റെഡിയായി. ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ പണ്ട് എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനെ, മീൻസ് ചെറിയ പ്രായത്തിലെന്ന് പറഞ്ഞൊരു 10-20 വയസ്സൊക്കെ ആകുന്ന സമയത്ത് ഞാനിങ്ങനെ കുക്ക് ചെയ്യുമ്പം ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങും, വീഡിയോ എടുക്കും, ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യും എന്നൊന്നും ഒരിക്കലും വിചാരിച്ചില്ല. ആക്ച്വലി ആലോചിക്കുമ്പോൾ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായിട്ടും അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമായിട്ടൊക്കെ തോന്നും. പിന്നെ ഒരുപാട് ന്യൂ ഫോളോവേഴ്സ് അല്ല സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ വരുന്നുണ്ട്. സോ യു ആർ ഓൾ വെൽക്കം വൺസ് അഗെയിൻ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, എന്നാലും ഈ വീഡിയോയിലും പറയുന്നു യു ആർ ഓൾവേസ് വെൽക്കം. പിന്നെ അതിനുശേഷം മെയിനായിട്ടുള്ള കാര്യം, നമ്മുടെ ഈ മിക്സിനകത്ത് കുറച്ച് ബാക്കി കിടക്കുമല്ലോ റിമൈനിങ് പാർട്സ്, അത് നമ്മൾ കുലുക്കിയിട്ട് ഒഴിക്കുക അതിൻ്റെ അകത്ത്. പിന്നെ നമ്മൾ ചോറ് വെച്ചു കേട്ടോ. അരീൻ്റെ അകത്ത് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കുക്കറിനകത്ത് അരി ഇട്ടിട്ട് ചോറ് വെച്ചിട്ടുണ്ടായി. പിന്നെ ഉപ്പേരിയാണ്, ചീരേൻ്റെ ഉപ്പേരിയാണ്. അത് നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് കടുക് പൊട്ടിച്ചിടുന്നു. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഉള്ളി, 2 പച്ചമുളക്, പിന്നെ ആ ഒരു ചീരയും ചെറുതാക്കി അരിഞ്ഞ ചീര. ഞാൻ നല്ല കുനുകുനാ നൈസായിട്ടൊന്നും അരിയൂല കേട്ടോ ചീര. ചില ആൾക്കാർ ഭയങ്കര ചെറുതാക്കിയെല്ലാം അരിയുന്നതാണ്. എനിക്ക് അത്ര ക്ഷമയൊന്നുമില്ല. എങ്ങനെ പോയാലും വയറ്റിലേക്ക് പോകുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഭയങ്കര ചെറുതാക്കി അരിയാനൊന്നുള്ള സമയവും സാവകാശമൊന്നും എനിക്കില്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഗ്രേറ്റ്. കാര്യം ഞാൻ പറഞ്ഞില്ല, കുക്കിംഗ് ഈസ് എൻ ആർട്ട്. എല്ലാ ആൾക്കാർക്കും ഒരു ആർട്ടിസ്റ്റ് പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കുക. നമ്മൾ കമ്പയർ ചെയ്യാണ്ടിരുന്നാൽ മതി മാക്സിമം. മറ്റുള്ള ആൾക്കാരായിട്ടോ അവർ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അവർ നന്നായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ പറയേണ്ട. സ്റ്റോപ്പ് കമ്പയറിങ്. നമുക്കെല്ലാം നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഗ്രോത്ത് എന്ന് പറയുന്നത് മെല്ലെ മെല്ലെ ഉണ്ടാവുന്നൊന്നാണല്ലോ. സോ ഞാൻ ഫിലോസഫി നിർത്തി, ഞാൻ ബാക്കി കാര്യം പറയാം. നമ്മൾ ചീരയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ചീരേൻ്റെ ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചോറ് കഴിച്ചതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കരിപ്പം തന്നെ അത്യാവശ്യം നല്ല ലോങ് വീഡിയോ ആണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ പ്രിയതമനും കിടക്കയിൽ കിടന്ന് കുറച്ച് നേരം മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ഗൈസ്, സീ യു.